ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ലെയർ ഫ്രോക്ക് ആണ് ചെയ്യുന്നത്. 2 to 3 ഇയർ ഓൾഡ് കിഡ്സിൻ്റെ സൈസ് ചാർട്ടിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു പാറ്റേൺ ഡ്രാഫ്റ്റിങ്ങിൽ എടുത്തു പറയേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവറിങ് കൊടുക്കാഞ്ഞത്. നമ്മൾ ഓൾറെഡി എപ്പോഴും ചെയ്യുന്നത് ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് ആം ഹോൾ ഡെപ്ത് ആക്കി എടുത്തിരുന്നത്. ഇവിടെ ഞാൻ ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് ആം ഹോൾ ഡെപ്ത് ആക്കി എടുത്തുവെന്നേ ഉള്ളൂ. ഇനി നമ്മൾ സ്ലീവ് ഡ്രാഫ്റ്റിംഗ് ആണ്. സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡ്രാഫ്റ്റിംഗ് വീഡിയോ ഞാൻ 2 എണ്ണം ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സ്ലീവ് ഡ്രാഫ്റ്റിങ്ങിന് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ഇതേപോലെ ടേപ്പ് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുക, അതായത് 5 ഇഞ്ച്. ആ 5 ഇഞ്ച് നമ്മൾ ഇതേപോലെ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്താണല്ലോ വെച്ചേക്കുന്നത്. അവിടുന്ന് മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരിക്കത്തെ ആം ഹോൾ ലെങ്ത് എത്രയാണോ അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഓൾറെഡി മെഷർ ചെയ്ത് കിട്ടിയ ആം ഹോൾ ലെങ്ത് ഉണ്ടല്ലോ, അതായത് 5.5 ഇഞ്ച്. ആ വാല്യൂ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടുന്ന് ടേപ്പ് ഇതേപോലെ ചരിച്ചു വെച്ച് നോക്കുക. അപ്പം നമ്മുടെ ആ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ എവിടെയാണോ 5.5 ഇഞ്ച് വന്ന് മുട്ടുന്നത് ആ ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ചരിച്ചു വരയ്ക്കുക. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ലീവ് ഡ്രാഫ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലീവിന് ലെങ്ത് കൊടുക്കാനാണ്. ഞാൻ ഒരു 3/4 സ്ലീവ് ലെങ്ത് ആണ് കൊടുക്കുന്നത്. ഒരു 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. കറക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നിങ്ങൾക്ക് കറക്റ്റാക്കി ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് ലെങ്ത് നമ്മളൊരു 7.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പാറ്റേൺ പേപ്പർ നമ്മൾ 2ആയിട്ട് മടക്കിയതുകൊണ്ട് 6.5 ഇഞ്ചിൻ്റെയും പകുതി എടുക്കുക, അതായത് 3.25 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റ്സ് ഒന്ന് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ആം ഹോൾ ലെങ്ത്, അതായത് ഇപ്പോൾ ഈ ടേപ്പ് വെക്കുന്ന ഭാഗം, അതിൻ്റെ സെൻറ്റർ പോയിന്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഞാൻ ടേപ്പ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1 ഇഞ്ച് നമ്മൾ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 1 ഇഞ്ച് വരെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്, നേരെ വരയ്ക്കുക. അതിനുശേഷം അവിടുന്ന് വേണം നമ്മളൊരു കൈക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു എസ് പോലെയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, ആ ഷേപ്പ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ഫോൾഡ് ചെയ്ത് അവിടുന്ന് ഒരു 1 ഇഞ്ച് വരെ നേരെ വരച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഷേപ്പ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ സ്ലീവിൻ്റെ ഡ്രാഫ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺസ് എല്ലാം നമ്മൾ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഫാബ്രിക് ഓർഗാൻസയാണ് കേട്ടോ. 1.5 മീറ്റർ ഫാബ്രിക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് മുഴുവൻ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ലൈനിങ് വന്നിട്ട് 1 മീറ്ററൊക്കെ മതിയാവും. ആദ്യം നമ്മൾ ബാക്ക് ബോഡീസ് ആണ് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഫ്രോക്കിന് ബാക്കിൽ ഞാൻ കംപ്ലീറ്റ് ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്, പ്രസ് ബട്ടൺ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് നീക്കി വെച്ചിട്ടാണ് ഞാൻ ട്രേസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ബാക്കിൽ ഓപ്പണിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാക്ക് ബോഡീസും കോട്ടൺ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും രണ്ടും സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഫ്രണ്ട് ബോഡീസും ട്രേസ് ചെയ്യണം. അതിന് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് കൊടുക്കുക, അതും കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്യുമ്പം നമ്മൾ ആ ഫ്രണ്ടിലെ നെക്ക് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ തുണിയിലോട്ട് പാറ്റേൺ വെച്ച് ട്രേസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ അത്യാവശ്യം ലെങ്ത്തിലുള്ളൊരു തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മളൊന്ന് രണ്ടായിട്ട് മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ പേപ്പർ എടുക്കുക, അതും ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മുടെ മെയിൻ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഒരു 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം പഫ് വേണോ അതിനനുസരിച്ച് ഈ ലെങ്ത്ത് കൂട്ടാം കേട്ടോ. അപ്പോൾ പഫ്നെസ് കുറച്ച് മതിയെങ്കിൽ, അതായത് പഫ് വരുന്നിടത്ത് ആ ഒരു ചുളുക്കുണ്ടല്ലോ ഗ്യാദേഴ്സ്, അത് കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഈ വാല്യൂ കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു 12 ഇഞ്ചാണ് നീക്കി മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ വേണം നമ്മുടെ പാറ്റേൺ പേപ്പർ വെക്കാനായിട്ട്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ പേപ്പർ വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ താഴ്ഭാഗത്ത് ഞാനൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. അതായത് താഴെ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് ഞാൻ ആ ഒരു പാറ്റേൺ പേപ്പർ വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പാറ്റേൺ നമ്മളൊന്ന് തുണിയിലോട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഞാൻ പെട്ടെന്നാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ സ്ലീവ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ ഈ ഒരു ഡ്രസ്സിന് പഫ്നെസ്, അതായത് നമുക്ക് എത്രത്തോളം പൊങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അത് ഞാൻ അധികം കൊടുക്കുന്നില്ല, അത് ഞാൻ 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടി ചേർത്താണ് നിങ്ങൾ നേരത്തെ ഒരു 1.5 ഇഞ്ച് കണ്ടത് കേട്ടോ. ഇനി ഈ സ്ലീവിൻ്റെ സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നതാണ്, അത് ഞാൻ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ 1/2 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അതായത് സ്ലീവിന് സൈഡ് സീമിന് 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ച്, സ്ലീവിന് താഴെയും 1/2 ഇഞ്ച്. അപ്പോൾ നമ്മൾ സീം അലവൻസും അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കേവ് വരുന്ന ഭാഗം കണ്ടോ, ആ കേവ് വരുന്ന അവിടെ നിന്ന് നമ്മുടെ ക്ലോത്തിൻ്റെ മുകൾ വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ വെച്ചിട്ട് ഒന്ന് കയറ്റി എടുക്കുന്നുണ്ട്. നമ്മളൊരു 12 ഇഞ്ച് നീക്കി വെച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ അവിടെ മുകളിലും താഴെയും ഞാൻ 2 നോച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാദേഴ്സ് ഒക്കെ ഇടുമ്പം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ സെൻറ്റർ പോയിന്റ് അറിയാനും ഞാൻ 2 നോച്ചസ് കൊടുത്തിട്ടുണ്ട്. ബോഡി നമ്മൾ തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ലീവിൻ്റെ പാറ്റേൺ എടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഗ്യാദേഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടായിരുന്നല്ലോ, അവിടെ നമ്മൾ 2ആയിട്ട് മടക്കി ഒരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കുക. ലൂസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്, അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിലോട്ട്
നമ്മളൊരു ത്രെഡ് പുള്ള് ചെയ്തിട്ട് ഇതേപോലെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക. അപ്പം നമ്മൾ ഒരു സൈഡിലോട്ട് നമുക്ക് കിട്ടിയിരുന്നത് 5.5 ഇഞ്ചായിരുന്നു അല്ലേ? ആ 5.5 ഇഞ്ച് തന്നെ രണ്ട് സൈഡിലോട്ടും പിന്നെ അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്ത് എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ട ആ ലെങ്തിലോട്ട് ആക്കിയെടുക്കുക. നമ്മളിത് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 13 ഇഞ്ചാണ്. അതേ 13 ഇഞ്ച് തന്നെയാണോ നമ്മുടെ ബോഡിയിലോട്ടും നമ്മുടെ ബോഡിയുടെ ആം ഹോൾ ഉണ്ടല്ലോ ആ ഭാഗത്തും നമുക്ക് അതേ 13 ഇഞ്ച് തന്നെ ആയിരിക്കണം. അതായത് നമ്മുടെ ബോഡിയുടെ ആം ഹോളിൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് നമ്മൾ സ്ലീവിലോട്ട് ചുരുക്കി ചുരുക്കി എടുക്കുക. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തും ഞാനൊരു ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ചുരുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനും ഇതേപോലെ ഒരു ത്രെഡ് പുള്ള് ചെയ്തിട്ട് നമ്മുടെ സ്ലീവ് റൗണ്ട് നമ്മൾ എടുത്തിരുന്നത് 6.5 ഇഞ്ചായിരുന്നു. അതിനോടൊപ്പം നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഒരു 8.5 ഇഞ്ചിലോട്ട് ഞാൻ ചുരുക്കി ചുരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് രണ്ട് സൈഡിലും 1 ഇഞ്ച് വെച്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ അതും നമുക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഒരു 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ച് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അത് നമ്മൾ മുകളിലും കൊടുക്കുക, അതേപോലെ തന്നെ നമ്മൾ താഴെയും കൊടുക്കുക. ഇനിയൊന്നുമില്ല, ഇത് നമ്മുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യാനാണ്. അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുക. നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് വേണം നമ്മൾ ഈ സ്ലീവ് ആദ്യം അറ്റാച്ച് ചെയ്യാൻ. അതായത് നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോൾ വരുന്ന ഭാഗവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ആം ഹോൾ വരുന്ന ഭാഗവും തമ്മിൽ ചേർത്ത് പിൻ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ മെയിൻ ക്ലോത്തിലാണ് സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ആ സ്ലീവിൻ്റെ പോർഷൻ ഇതേപോലെ ഒന്ന് മടക്കി ഒന്ന് ചുരുക്കി ചുരുക്കി വെച്ചതിന് ശേഷം ഈ ലൈനിങ് എടുക്കുക. ലൈനിങ്ങും നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആം ഹോൾ വരുന്ന ഭാഗം, അങ്ങോട്ടേക്ക് വെച്ച് പിൻ ചെയ്ത് തയ്ച്ചെടുക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പ് കാണാണ്ട് തന്നെ സ്ലീവ് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ടോപ്പ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഫ്രോക്കിനെ നമ്മൾ 2 ലെയർ ആക്കിയാണ് കൊടുക്കുന്നത്. അതാണ് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, പിന്നെ അതിനോടൊപ്പം ഞാൻ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ലെയർ തന്നെ നമ്മുടെ ഫ്രോക്കിന് ഫ്രണ്ടിനും വരുന്നുണ്ട്, ബാക്ക് സൈഡിലും വരുന്നുണ്ട്. സെക്കൻഡ് ലെയറും നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലും വരുന്നുണ്ട്, ബാക്കിലും വരുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ മാത്രം എടുക്കാം. ഫസ്റ്റ് ലെയറിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രോക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അതിൽ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് നിന്ന് 6 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 12 ഇഞ്ചാണ്. നമ്മൾ സ്കേർട്ട് പാർട്ടിൽ 2 ലെയർ ആക്കിയാണ് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ 12നെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച്, അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഞാൻ 8 ഇഞ്ച് ഓരോ ലെയറിനും ഹൈറ്റ് ആക്കി കൊടുത്തേക്കുന്നത്. ഇനി ലെങ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയുടെ ചെസ്റ്റിൻ്റെ ലെങ്ത് എടുക്കുക, അതിൻ്റെ കൂടെ അപ്പോൾ ഒരു 2 ഇരട്ടിയും കൂടെ ആഡ് ചെയ്തിട്ട് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നതാണ് ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ ഫസ്റ്റ് ലെയർ തന്നെ ബാക്ക് സൈഡിലും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ബാക്കിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ത്രൂ ഔട്ട് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ആ ലെയറും ഞാൻ ഇതേപോലെ 2 മടക്കിയിട്ടിട്ട് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ 3 ഫാബ്രിക്കിനും നമ്മൾ ഗ്യാദേഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പം മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ആക്കി എടുക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലും വരുന്നുണ്ട്, ബാക്കിലും വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത് എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ലെയറിന് എത്രയാണോ ലെങ്ത് എടുത്തത് അതിൻ്റെ 2 ഇരട്ടി എടുക്കുക. ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് എടുത്തത്? നമ്മുടെ ബോഡി പാർട്ട്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ 2 ഇരട്ടിയായിരുന്നു എടുത്തത്. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൊടുത്തു. സെക്കൻഡ് ലെയർ എടുക്കുമ്പം ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി എടുത്തിട്ട് അതിനോടൊപ്പം തയ്യൽ തുമ്പ് കൊടുക്കുക. അപ്പോൾ
അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. അതിൻ്റെ 2 ഇരട്ടി എടുത്തു, അപ്പോൾ 52 ഇഞ്ചായി. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 54 ഇഞ്ചായി. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8 ഇഞ്ചാണ്. സെക്കൻഡ് ലെയറിനും ബാക്കിൽ വരുന്നുണ്ട് അല്ലേ. അപ്പം ത്രൂ ഔട്ട് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലെ തുണിയും രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെയും നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് ഗ്യാദേഴ്സ് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് ഈ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് മാത്രമേ അറ്റാച്ച് ചെയ്യുള്ളൂ കേട്ടോ. ലൈനിങ്ങും കൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്യില്ല. ലൈനിങ് നമ്മൾ പിന്നീടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ മെയിൻ ക്ലോത്തും സ്കേർട്ടുമായിട്ട് ഓരോ ലെയറും നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അറ്റാച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ ലെയറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ചെയ്തു, ബാക്കും ചെയ്തു. ഇനി നമുക്ക് ലൈനിങ് ആണ് പിടിപ്പിക്കേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അതായത് ചെസ്റ്റ് ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ 3 ഇരട്ടി എടുക്കുക, പ്ലസ് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. അതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു 12 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ 1 ഇഞ്ച് വീതിയിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക. നമ്മൾ ലൈനിങ്ങിനും നമ്മുടെ ബാക്ക് സൈഡിൽ തുണി രണ്ടായിട്ട് മടക്കി സെൻറ്റർ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ട് പാർട്ടല്ല, ഫ്രോക്കിൻ്റെ ബാക്ക് പാർട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിൽ വരുന്ന ലൈനിങ്ങും നമ്മൾ രണ്ടായിട്ട് മടക്കി സെൻറ്റർ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഓൾറെഡി നമ്മൾ ലൈനിങ് പ്ലേറ്റ് ഇട്ട് അടിച്ചിട്ടുണ്ട്. അതിനി നമ്മുടെ ബോഡിയുടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ മെയിൻ ക്ലോത്തും ലൈനിങ്ങും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ഒരുമിച്ച് വെച്ചല്ല അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ലൈനിങ് നമ്മൾ ബോഡിയുടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ടും ചെയ്യുക, അതുപോലെ തന്നെ ബാക്കും ചെയ്യുക. ഇനി നമ്മൾ ഫ്രോക്കിന് സൈഡ് അടിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തിട്ട് ഓവർലോക്കിങ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സീം കൊടുക്കാം. ഫ്രണ്ട് സീം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല വശത്തൂടെ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്യും, പിന്നെ തുണി നമ്മൾ തിരിച്ചിട്ടിട്ട് ഉള്ളിൽ കൂടെ വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ഇനി നമ്മൾ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ബാക്കിൽ ഓപ്പണിംഗ് ആണെന്ന്. അപ്പം നമ്മൾ ഹുക്ക് ആൻഡ് ഐ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ഇപ്പോൾ പട്ടുപാവാടയ്ക്കൊക്കെ ആയാലും ബാക്കിൽ സ്ട്രാപ്പ് പിടിപ്പിക്കുമല്ലോ, അതേപോലെ തന്നെ ഇവിടെ സ്ട്രാപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ മടക്കി ചെറിയ കനത്തിലാണ് അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ ഞാൻ 1.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഫാബ്രിക്കിൻ്റെ പേര് വന്നിട്ട് ഓർഗാൻസയാണ്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഗൈസ്.